സുഹൃത്തുക്കളെ, ഇന്ന് നാം സംസാരിക്കുന്നത് ഒരു ഗൗരവകരമായ വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ മാറ്റത്തെക്കുറിച്ച്. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വിഭാഗം ജനങ്ങളെ മറ്റുള്ളവർ എന്ന മുദ്ര കുത്തുന്നു. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തെ ലക്ഷ്യമാക്കി ഭൂരിപക്ഷത്തിനുള്ളിൽ വെറുപ്പ് വളർത്തുന്നു. വിമർശിക്കുന്നവരെ, പ്രതിപക്ഷത്തെ, എഴുത്തുകാരെ, കലാകാരന്മാരെ വരെ അടിച്ചമർത്തുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രവണതയുടെ ഭാഗമാണ്. ഇത് സാധാരണ രാഷ്ട്രീയമല്ല. ഇത് നവഫാസിസം എന്ന ഒരു അപകടകരമായ വഴിയിലേക്ക് നീങ്ങുന്ന ലക്ഷണങ്ങളാണ്. ഒരിക്കൽ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാം ഒന്നിച്ചു നിന്നപ്പോൾ രാജ്യം എന്നത് ജനങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. മതം, ജാതി, ഭാഷ എന്ത് വ്യത്യാസമുണ്ടായാലും എല്ലാവരും ചേർന്നതാണ് ഇന്ത്യ. അകത്തെ ശത്രു എന്ന് കാണാത്ത, ഉൾക്കൊള്ളുന്ന ഒരു ദേശീയത. രാജ്യം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, ഇതായിരുന്നു ആശയം. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് രാജ്യം ജനങ്ങൾക്ക് മുകളിലായി നിൽക്കുന്നത് പോലെ അവതരിപ്പിക്കുന്നു. രാജ്യത്തിനായി ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ അവകാശങ്ങൾ തള്ളിക്കളയുക എന്നതാകുന്നു. കർത്തവ്യങ്ങൾ മാത്രം പറയപ്പെടുന്നു, അവകാശങ്ങൾ മറയ്ക്കപ്പെടുന്നു. ഇതിലും അപകടകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു നേതാവ് തന്നെ രാജ്യത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്നു. നേതാവിനെ വിമർശിച്ചാൽ അത് രാജ്യത്തെ വിമർശിച്ചതായി മുദ്രകുത്തുന്നു. ഇത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. ജനങ്ങൾ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടിടത്ത് ഇപ്പോൾ നേതാവാണ് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നത്, രേഖകളുടെ പേരിൽ സാധാരണക്കാരെ പുറത്താക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ജനങ്ങൾ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നില്ല, സർക്കാർ തന്നെയാണ് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു വിചിത്രമായ അവസ്ഥ. അതോടൊപ്പം ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും സർക്കാർ സഹായം എന്ന പേരിൽ ഒരാളുടെ ദാനമായി അവതരിപ്പിക്കുന്നു. അവകാശങ്ങൾ ഇല്ലാതാക്കി ദാനം നൽകുന്ന ഒരു രാഷ്ട്രീയമാണ് വളരുന്നത്. ഇത് സാധാരണ രാഷ്ട്രീയ മാറ്റമല്ല, ഇത് രാജ്യത്തിൻ്റെ ആശയം തന്നെ മറച്ചിടുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ ഒരു പ്രതീക്ഷയുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രവണതകൾക്കെതിരെ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നാം ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഓർക്കേണ്ട ഒരു ലളിതമായ സത്യമുണ്ട്. രാജ്യം ജനങ്ങൾക്കായാണ്, ജനങ്ങൾ രാജ്യത്തിനായല്ല. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടണം. അത് ഉറപ്പാക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ വോട്ട്, നമ്മുടെ ശബ്ദം, നമ്മുടെ ഐക്യം, ഇവയാണ് ഏറ്റവും വലിയ ശക്തി. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ജനാധിപത്യത്തെ സംരക്ഷിക്കാം, രാജ്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചു പിടിക്കാം.